ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് സ്നാക്ക് റെസിപ്പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 3 തരം പലഹാരങ്ങളുടെ റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം, പക്ഷേ മൈദയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ഓയിൽ. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. ഇത് ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, സാധാരണ വെള്ളം തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പും കുറച്ച് കൂടുതലും വെള്ളം വേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് കുഴച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ആ മാവിൻ്റെ മേൽഭാഗം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ വെക്കുമ്പോഴേക്കും മാവ് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി വരും. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ ഇതിലേക്കൊരു 2 സവാള ഇതുപോലെ ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞതും ചേർക്കാം. അതിനുശേഷം ആ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി സവാള ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം. ഒരുപാട് വഴന്ന് ബ്രൗൺ കളറൊന്നും ആവണ്ട, അതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 200 ഗ്രാം വരുന്ന ബോൺലെസ് ചിക്കൻ ആദ്യം നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ ചിക്കനും മസാലയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിലേക്കൊരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടെങ്കിലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം ആ മസാല ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ ആ ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ക്യാരറ്റ് അതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ ക്യാരറ്റിൻ്റെയും തക്കാളിയുടെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ ക്യാബേജൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ക്യാരറ്റും തക്കാളിയൊന്നും ഒരുപാട് അങ്ങോട്ട് വേവേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിക്കുമ്പോൾ ആ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ കടിക്കാനായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാട് സമയം നമ്മൾ ഇളക്കണ്ട, ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്നങ്ങോട്ട് ചൂടാറി വന്നാൽ ഫില്ലിങ്ങിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസിൻ്റെ അളവൊക്കെ നമുക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. നമ്മൾ സവാള വഴറ്റുമ്പോഴും അതുപോലെ ചിക്കൻ വേവിച്ചപ്പോൾ ചിക്കനിലും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മയണൈസിലും അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പകുതി പോർഷൻ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു പലകയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ആദ്യം പലകയിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ പരട്ടിയതിന് ശേഷം പരത്തിയെടുത്താൽ മതി, അല്ലെങ്കിൽ മാവ് ചിലപ്പോൾ ആ പലകയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ഒരുപാട് കനം കുറയാതെ ചെറുതായിട്ടൊരു തിക്നെസ്സോട് കൂടിയിട്ട് കുറച്ച് വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക. ഈ ഒരു രീതിയിൽ കുറച്ച് വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് വേണമെങ്കിൽ പൂരിക്കൊക്കെ പരത്തുന്ന രീതിയിൽ കുറേശ്ശെ മാവ് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം. പക്ഷേ എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി ആ എക്സസ് ആയിട്ടുള്ള മാവ് എടുത്ത് മാറ്റാം. ആ മാവ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല, വീണ്ടും പരത്തിയിട്ട് ഒരു 2 എണ്ണം കൂടി ഉണ്ടാക്കാം. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു 1.5 കപ്പ് മൈദ വെച്ചിട്ട് ഒരു 10 എണ്ണം വരെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ഇനി പരത്തി വെച്ചിട്ടുള്ള മാവിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒരു 2-3 സ്പൂൺ വീതം വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ മടക്കിയിട്ട് ആ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് ആവാത്ത രീതിയിൽ 2 അറ്റം കൂടിയിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക.
ഇനി ഈ മാവ് നമ്മൾ മുട്ടയിലൊന്ന് നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന മാവ് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു മീഡിയം ചൂടിലുള്ള എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉള്ളിലുള്ള മാവൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അതുകൊണ്ട് കുറച്ച് സമയം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് എല്ലാ സൈഡും നന്നായി ഫ്രൈ ആയി നല്ലൊരു കളറൊക്കെ ആയി വന്നാൽ എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. ഇതിൻ്റെ ഫില്ലിംഗ് നമ്മൾ ചിക്കൻ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടോ ഈ രീതിയിൽ ചെയ്താലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ്, അതുപോലെ തന്നെ ഉള്ളിലെ ഫില്ലിംഗ് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഒരു 2 ചെറിയ സവാള അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കണം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നമുക്ക് ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെയും മുളക് പൊടിയുടെയും അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പക്ഷേ കുറച്ച് സ്പൈസി ആയിട്ടാണെങ്കിലാണ് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ പൊടികളുടെ പച്ചമണം നന്നായി മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിലേക്കൊരു 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. അതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഉരുളക്കിഴങ്ങിൽ ആ മസാല നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 മുതൽ 1.25 ടീസ്പൂൺ വരെ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 4 മുട്ട നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായി കട്ട് ചെയ്തിട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. ചൂടാറി കഴിഞ്ഞാൽ അത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിൽ ഉരുളക്കിഴങ്ങിലൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമ്മളിത് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതായത് ഉരുളക്കിഴങ്ങിലൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഉരുട്ടിയെടുത്താൽ മതി. ഇനി ഈ ഓരോ ബോളും നമ്മൾ മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ ഒരു മസാല നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മസാല കയ്യിലൊട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതിലേക്കൊരു 1 ടീസ്പൂൺ മയോണൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആവും കഴിക്കുമ്പോൾ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെ തന്നെ ഉരുട്ടിയിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. പിന്നെ മയോണൈസ് നമ്മളിതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലുള്ള മയോണൈസ് എടുക്കുക. ലൂസായിട്ടുള്ളതാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് ഒരുപാടൊന്നും വെച്ച് കൊടുക്കണ്ട, ഏകദേശം 1 ടീസ്പൂൺ തന്നെ വെച്ചാൽ മതി. കൂടുതലായി കഴിഞ്ഞാലും ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അങ്ങനെ ബോൾസായിട്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. കട്ട്ലറ്റ് പോലെയൊക്കെ ഒന്ന് പരത്തിയിട്ടും അങ്ങനെയും ചെയ്യാം. ഇനി ഇത് ആ മുട്ടയിലും ബ്രെഡ് ക്രംസിലും നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് കവറാവുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മുഴുവൻ മസാലയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു മീഡിയം ചൂടിലുള്ള എണ്ണയിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഉൾഭാഗമൊന്നും അങ്ങനെ വേവേണ്ട ആവശ്യമില്ല, എല്ലാം ഓൾറെഡി വെന്തതാണ്. പുറമുള്ള ഭാഗം മാത്രം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു കളറാവുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. ബാക്കി വരുന്ന ബോൾസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അത്രയും മസാല വെച്ചിട്ട് ഒരു 9 എണ്ണം വരെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പറ്റുക. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിലെ മുട്ടയും മയോണൈസും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക.
സോസും മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്വീറ്റ് സമൂസയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പഴം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പഴം നമ്മൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർക്കാം. ഇനി ആ നാളികേരം പഞ്ചസാരയും പഴത്തിൽ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇനിയിപ്പോൾ ശർക്കര മതി എന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കാം. അപ്പോൾ അതൊന്ന് ഉരുക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ചേർക്കുക. അതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വന്നാൽ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അവൽ ചേർക്കാം. വെളുത്ത അവലാണ് ചേർത്തിരിക്കുന്നത്. ബ്രൗൺ കളറിലുള്ള അവലായാലും കുഴപ്പമില്ല, ഏതായാലും എടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സമൂസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ സമൂസ ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമൂസ ഷീറ്റ് അല്ല എടുത്തിരിക്കുന്നത്, ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. ഇതിനി നമ്മൾ ആദ്യം ഓരോന്നായിട്ട് എടുത്തിട്ട് ബ്രെഡിൻ്റെ 4 സൈഡും, അതായത് ബ്രൗൺ കളറിലുള്ള ഭാഗം അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗം നമ്മൾ കളയേണ്ട ആവശ്യമില്ല, അത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് എടുത്താൽ മതി. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മൾ ഇതുപോലെ ഒരു ചപ്പാത്തിക്കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. പിന്നെ ബ്രെഡ് നമ്മൾ ഇതിനായിട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ബ്രെഡൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഇതുപോലെ പരത്താനും അതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ബ്രെഡാണെങ്കിലും അതെ ഇതുപോലെ ശരിക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല, അത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇതിനി പല രീതിയിലും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ആദ്യം വിരൽ ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ആ വെള്ളം ബ്രെഡിലൊന്ന് നനച്ചു കൊടുക്കുക. ബ്രെഡിൻ്റെ വക്കത്ത് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുക. ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളമാക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ 2 വക്കൊന്നും ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഇതുപോലെ ഒരു കോൺ ഷേപ്പിലാക്കിയെടുക്കുക. എന്നിട്ട് ആ 2 അറ്റും കൂടി ചേരുന്ന ഭാഗം അത് ഇതുപോലെ നനച്ചിട്ട് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കുക, ഈ ഒരു രീതിയിൽ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക. ഫില്ലിങ് ഒരുപാടൊന്നും വെക്കേണ്ട, ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെച്ച് കൊടുത്താൽ മതിയോ. കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് മടക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു 1-1.5 ടേബിൾ സ്പൂൺ മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബ്രെഡിൻ്റെ ഈ ഒരു വക്കത്തും വെള്ളം ഇതുപോലെ നന്നായിട്ട് നനച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ മടക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതൊക്കെ വിട്ടിട്ട് ഉള്ളിലെ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ ബ്രെഡ് ആദ്യം ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് അതിൻ്റെ ആ സെൻറ്ററിൽ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ബ്രെഡിൻ്റെ 4 വക്കത്തും ഇതുപോലെ വെള്ളം നനച്ച് കൊടുക്കണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒന്നുമില്ല, നമ്മൾ ഈ ബ്രെഡിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. കുറച്ചൊന്ന് ടൈറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം ആ 2 വക്കും നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലും ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഫില്ലിംഗ് മുഴുവനും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. മൊത്തത്തിൽ ആ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് ഒരു 15 സമൂസയായിട്ട് ഉണ്ടാക്കാൻ പറ്റുക. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പുറം ഭാഗം ബ്രെഡ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഫ്ലെയിം ഒരുപാട് കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ അതിൽ ഓയിൽ കുടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. എന്നിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്ന് എടുക്കാം. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. ഉള്ളിൽ ആ പഴത്തിൻ്റെ ഫില്ലിംഗ് ആയതുകൊണ്ട് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.
അപ്പോൾ ഈ 3 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്